Good evening. നമുക്കിന്ന് തുടങ്ങിയാലോ? നമുക്കിന്ന് കൈനറ്റിക് എനർജി ആൻഡ് മോളിക്കുലാർ സ്പീഡ് എന്ന സെഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും കേൾക്കാലോ? Molecules of gases remain in continuous motion. While moving, they collide with each other and with the walls of the container. This results in change in their speed and redistribution of energy. നമ്മൾ കണ്ടു കഴിഞ്ഞു ഗ്യാസ് മോളിക്യൂൾ കോൺസ്റ്റൻ്റ് റാൻഡം മൂവ്മെൻറ്റിലാണെന്നും ഡ്യൂറിങ് ദ റാൻഡം മൂവ്മെൻറ്റ് ദേ മേക്ക് ഇലാസ്റ്റിക് കൊളീഷൻ വിത്ത് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ മോളിക്യൂളിൻ്റെ കയ്യിലുള്ള എനർജി റീഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ദ സ്പീഡ് ആൻഡ് എനർജി ഓഫ് ഓൾ ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ആർ നോട്ട് ദ സെയിം. പല മോളിക്യൂളിനും പല സ്പീഡായിരിക്കും എന്നൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. Thus, we can obtain only average value of speed of the molecules. If there are n number of molecules in a sample and their individual speeds are u1, u2, u3, etc. up to un, then the average speed u average can be calculated as u1 plus u2 plus etc. un divided by n. ഇതാണ് ആവറേജ് മോളിക്കുലാർ സ്പീഡ്. നമ്മൾ ആവറേജ് സ്പീഡാണ് പലപ്പോഴും കേൾക്കാറ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ റിലയബിൾ സ്പീഡുണ്ട്, RMS സ്പീഡ്. അതിലേക്ക് പോകാം. അപ്പോൾ RMS സ്പീഡും ആവറേജ് സ്പീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ എല്ലാ മോളിക്യൂളിൻ്റെയും ആവറേജ് വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തത് നോക്കാം. മാക്സ്വെൽ ആൻഡ് ബോൾട്സ്മാൻ ഹാവ് ഷോൺ ദാറ്റ് ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലാർ സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മോളിക്കുലാർ മാസ് ഓഫ് ഗ്യാസ്. നമ്മൾ രണ്ട് ഗ്രാഫുകളാണ് പരിചയപ്പെടുന്നത്. ടെമ്പറേച്ചറിനനുസരിച്ചുള്ള വേരിയേഷനും അതുപോലെ തന്നെ മോളിക്കുലാർ മാസിനനുസരിച്ചുള്ള മറ്റൊരു ഗ്രാഫുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മാക്സ്വെൽ ഡിറൈവ്ഡ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പൊസസിങ് എ പർട്ടിക്കുലർ സ്പീഡ്. സത്യത്തിൽ നമ്മൾ മാക്സ്വെല്ലിൻ്റെ ഡിറൈവ്ഡ് ഇക്വേഷൻ ഇല്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് കേട്ട പാതി തന്നെ നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക നിങ്ങൾ ഫിസിക്സിൽ കേട്ട് പരിചയമുള്ള PV = 1/3 NM U² എന്നായിരിക്കും അല്ലേ? സത്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അവിടെ N എന്ന് പറയുന്നത് പാത്രത്തിനകത്തിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. M എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂളിൻ്റെ മാസാണ്. അങ്ങനെയാണ് എങ്കിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ് എങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്പർ ഓഫ് മോൾസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഇത്. ഇപ്പം നമ്പർ ഓഫ് മോൾസിൻ്റെ ടേമിൽ എനിക്ക് വേണമെങ്കിൽ എന്നിനെ എഴുതിയാൽ എങ്ങനെ എഴുതാം? 1/3 N. അവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നോക്കൂ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് N ആണെന്ന് വിചാരിക്കുക. N മോൾസ് ഉണ്ട്. N മോൾസ് ഉണ്ടെങ്കിൽ എത്ര മോളിക്യൂളുകളുണ്ട്? N ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ടേം എന്തായിരിക്കും? N ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾ. അവിടെ N ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ് ഞാനിവിടെ N എന്ന് എക്സ്പ്രസ് ചെയ്തത് എന്നോർത്തിരിക്കുക. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ M എന്താണ്? ഒരു മോൾ ഗ്യാസിൻ്റെ മോളാർ മാസ് M ആണ് അല്ലേ? ഇവിടെ U എന്ന ടേം നമ്മളിവിടെ തെറ്റിദ്ധരിക്കരുത്, ആവറേജ് സ്പീഡല്ല. പിന്നെയോ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് RMS സ്പീഡാണ്. നമുക്കതിലേക്ക് പോകാം. വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, മാക്സ്വെൽ ഡിറൈവ്ഡ് എ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് നമ്പർ ഓഫ് മോളിക്യൂൾ പൊസസിങ് എ പർട്ടിക്കുലർ സ്പീഡ്. ഫിഗർ 5.8 ഷോസ് സ്കീമാറ്റിക് പ്ലോട്ട് ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾ വേഴ്സസ് മോളിക്കുലാർ സ്പീഡ് അറ്റ് ടു ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് T1 ആൻഡ് T2. T2 ഈസ് ഹയർ ദാൻ T1. നോക്കൂ, ആ ഗ്രാഫ് എന്താണ് കാണിക്കുന്നത് എന്ന് ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. നമ്പർ ഓഫ് മോളിക്യൂൾസിനെ Y ആക്സിസിലും സ്പീഡിനെ X ആക്സിസിലും എടുത്ത് പ്ലോട്ട് ചെയ്തപ്പോൾ വെരി ലോ സ്പീഡുള്ള മോളിക്യൂളിൻ്റെ എണ്ണം വളരെ കുറവാണ്. വളരെ കുറച്ച് മോളിക്യൂളിൻ്റെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന മോളിക്യൂളിൻ്റെ എണ്ണം കുറവാണ്. പിന്നെയോ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണമോ അതും വളരെ കുറവാണ്. വളരെ ലോ സ്പീഡിലുള്ള മോളിക്യൂളിൻ്റെ എണ്ണവും കുറവാണ്. വെരി ഹൈ സ്പീഡിലുള്ള മോളിക്യൂളിൻ്റെ എണ്ണവും കുറവാണ്. പിന്നെയോ പൊതുവേ സ്പീഡ് കൂടി നമുക്കൊരു മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന പീക്കിലെത്താൻ പറ്റും. മെജോറിറ്റി മോളിക്യൂളിനും പാത്രത്തിലുള്ള സ്പീഡിൻ്റെ പേരാണ്
മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. അധിക മോളിക്യൂളിനും ഏത് വേഗതയാണോ ഉള്ളത് അതിനെ നാം വിളിക്കുന്ന പേരാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. അത് കഴിഞ്ഞ് പിന്നെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. അപ്പം മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണിക്കുന്ന പീക്കിനെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കൂ, T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഇതാണ്. എന്നാൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് T2 എന്ന ടെമ്പറേച്ചർ ആക്കി വിചാരിക്കൂ. T2 എന്ന ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ സത്യത്തിൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണ്. T1 എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറാണ്, T2 എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറാണ്. ലോവർ ടെമ്പറേച്ചറിൽ ഗ്യാസിനുള്ള മോസ്റ്റ് പ്രോബബിൾ സ്പീഡിനേക്കാളും T2 എന്ന് പറയുന്ന ഹയർ ടെമ്പറേച്ചറിൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡുള്ള മോളിക്യൂളിൻ്റെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് കൂടുകയാണ്. മോസ്റ്റ് പ്രോബബിൾ സ്പീഡാണ് കൂടുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കൂ, സ്കീമാറ്റിക് പ്ലോട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡ്സ് ഷോൺ ഇൻ ദ പ്ലോട്ട് ഈസ് കോൾഡ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഡ്സ്. ഈ സ്പീഡ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ദ ഗ്രാഫ് ഷോസ് ദാറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പൊസസിങ് വെരി ഹൈ ആൻഡ് വെരി ലോ സ്പീഡ് ഈസ് വെരി സ്മോൾ. ഭയങ്കര സ്പീഡ് ഓടിക്കൊണ്ടിരിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണവും കുറവാണ്, അതുപോലെ തന്നെ വളരെ വേഗത കുറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണവും കുറവാണ്. പിന്നെയോ മാക്സിമം ഇൻ ദ കർവ് റെപ്രസെൻറ്റ് സ്പീഡ് പൊസസ്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ. മെജോറിറ്റി മോളിക്യൂളിനുള്ള സ്പീഡിൻ്റെ പേരാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. ദിസ് സ്പീഡ് ഈസ് കോൾഡ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. ദിസ് ഈസ് വെരി ക്ലോസ് ടു ദ ആവറേജ് സ്പീഡ് ഓഫ് ദ മോളിക്യൂൾ. നോക്കൂ, ആവറേജ് സ്പീഡും മോസ്റ്റ് പ്രോബബിൾ സ്പീഡും കാണിച്ചത് നോക്കൂ. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വാല്യൂ മോസ്റ്റ് പ്രോബബിൾ സ്പീഡിനേക്കാൾ അല്പം കൂടുതലാണ്. എന്നാൽ പാത്രത്തിലിരിക്കുന്ന അധിക മോളിക്യൂളിനുമുള്ള സ്പീഡ് എന്താണ്? അത് മോസ്റ്റ് പ്രോബബിൾ സ്പീഡാണ്, അത് ആവറേജ് സ്പീഡല്ല. പക്ഷേ ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. എല്ലാറ്റിൻ്റെയും സ്പീഡുകൾ ആഡ് ചെയ്ത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ്. ആ ആവറേജ് സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി എന്ത് പറയുന്നു? മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ അല്പം കൂടുതലാണ്. സ്ട്രിക്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോൾട്സ്മാൻ്റെ ഡെറിവേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് കാണാൻ നമ്മൾ √2RT/m എന്ന ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ആവറേജ് സ്പീഡല്ല, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. മോസ്റ്റ് പ്രോബബിൾ സ്പീഡിന് √2RT/m. ഞാൻ ഒന്നുകൂടി പറയാം. മെജോറിറ്റി മോളിക്യൂളിനുള്ള സ്പീഡാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ √2RT/m. എന്നാൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് √8RT/m എന്നാണ് കാണാൻ പറ്റുക. ഇപ്പോൾ എന്താ വ്യത്യാസമുള്ളത്? √RT/m കോമൺ ആണ് അല്ലേ? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയിൽ √2 ആണ്, എന്നാൽ ആവറേജ് സ്പീഡിൽ √8/π ആണ്. √2 എന്ന് പറയുന്നത് നമുക്കറിയാം 1.414 ആണ്. √8/π എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഏകദേശം ഒരു 2.56 അടുത്ത് വരും അല്ലേ? 2.54 സംതിങ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം മോസ്റ്റ് പ്രോബബിൾ സ്പീഡിനേക്കാളും മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും ആർക്ക്? ആവറേജ് സ്പീഡിന്. അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ദിസ് ഈസ് വെരി ക്ലോസ് ടു ദ ആവറേജ് സ്പീഡ് ഓഫ് ദ മോളിക്യൂൾ. രണ്ടും ഒന്നല്ല, പക്ഷേ വെരി ക്ലോസ് ആണ് എന്നർത്ഥം. പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഇൻക്രീസസ്. നോക്കൂ, ടെമ്പറേച്ചറിനനുസരിച്ച് കൊടുത്തിരിക്കുന്നത് T1 എന്ന ടെമ്പറേച്ചറിലെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് അല്ല T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. T2 എന്ന് പറയുന്ന ഹയർ ടെമ്പറേച്ചറിൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നുണ്ട് എന്നർത്ഥം. ഓൾസോ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ബ്രോഡൻസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം പാത്രത്തിലിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കോൺസ്റ്റൻ്റ് ആണ്. ചൂടാക്കിയതുകൊണ്ട് അത് മാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഏരിയ അണ്ടർ ദ കർവ് ഒരു കോൺസ്റ്റൻ്റ് ആയേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ T2 ടെമ്പറേച്ചറിൽ കർവ് ഫ്ലാറ്റൻ ചെയ്തു പോയി. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം ഇവിടെ ടോട്ടൽ ഏരിയ കോൺസ്റ്റൻ്റ് ആയല്ലേ പറ്റൂ.
എന്നാൽ ചൂട് കൂടുമ്പോൾ ഗ്രാഫ് ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നീങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ പീക്ക് ഒന്ന് ഫ്ലാറ്റൻ ചെയ്യണം, ഒന്ന് പരന്നു പോകണം. എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന പീക്ക് ഉണ്ടാവില്ല ഇവിടെ. അതായത് ഞാനൊന്ന് പറയാം, ഒരു 300 കെൽവിനിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ, മോസ്റ്റ് പ്രോബബിൾ സ്പീഡുള്ള മോളിക്യൂളിൻ്റെ എണ്ണം N1 ആണെന്ന് വിചാരിക്കട്ടെ. 400 കെൽവിനിൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡുള്ള മോളിക്യൂളിൻ്റെ എണ്ണം N2 ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും N2 ഈസ് ലെസ് ദാൻ N1 എന്നാണെന്ന് ഓർത്തിരിക്കുക. അതായത് ഹയർ ടെമ്പറേച്ചറിലുള്ള മോസ്റ്റ് പ്രോബബിൾ സ്പീഡുള്ള മോളിക്യൂളുകളുടെ എണ്ണം ലോവർ ടെമ്പറേച്ചറിലുള്ള മോസ്റ്റ് പ്രോബബിൾ സ്പീഡുള്ള മോളിക്യൂളുടെ എണ്ണത്തേക്കാൾ കുറവായിരിക്കും. എന്നാൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. ചൂട് കൂടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? മോസ്റ്റ് പ്രോബബിൾ സ്പീഡിൻ്റെ വില കൂടി. പക്ഷേ മോസ്റ്റ് പ്രോബബിൾ സ്പീഡുള്ള മോളിക്യൂളുകളുടെ എണ്ണം കുറയുകയാണ് എന്ന് ഓർത്തിരിക്കണം. അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ബ്രോഡൻസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ബ്രോഡനിങ് ഓഫ് ദ കർവ് ഷോസ് ദാറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് മൂവിങ് അറ്റ് ഹയർ സ്പീഡ് ഇൻക്രീസസ്. അത് എന്താണ്? നമ്പർ ഓഫ് ഹയർ സ്പീഡുള്ള മോളിക്യൂളിൻ്റെ എണ്ണം കൂടി, ഇവിടെയുള്ള മോളിക്യൂളിൻ്റെ എണ്ണം കൂടി. എന്നാൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡുള്ള മോളിക്യൂളിൻ്റെ എണ്ണം കുറഞ്ഞു എന്നോർത്തിരിക്കുക. സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ മാസ് ഓഫ് ദ മോളിക്യൂൾസ്. നമുക്കറിയാം, മോളിക്കുലാർ മാസിനനുസരിച്ചും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഗ്യാസ് മോളിക്യൂൾ വിത്ത് ഹെവിയർ മാസ് ഹാവ് സ്ലോവർ സ്പീഡ് ദാൻ ലൈറ്റർ ഗ്യാസ് മോളിക്യൂൾ. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഏതൊരു സ്പീഡ് നിങ്ങൾ എടുത്താലും, ഇപ്പോൾ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എടുത്താൽ √2RT/m ആണ്. ആവറേജ് സ്പീഡ് എടുത്താൽ √8RT/πm ആണ്. എന്നാൽ ഒരു ഗ്യാസിൻ്റെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള സ്പീഡ് RMS സ്പീഡാണ്. അത് √3RT/m ആണ്. മോളാർ മാസ് എല്ലാറ്റിലും ഡിനോമിനേറ്ററിലാണ്. അതിൻ്റെ അർത്ഥം മോളാർ മാസ് കുറയുമ്പോൾ സ്പീഡ് കൂടുന്നു എന്നർത്ഥം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അതായത് എന്താണ്? അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഗ്യാസ് മോളിക്യൂൾ വിത്ത് ഹെവിയർ മാസ് ഹാവ് സ്ലോവർ സ്പീഡ് ദാൻ ലൈറ്റർ ഗ്യാസ് മോളിക്യൂൾ. ഫോർ എക്സാമ്പിൾ, അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ലൈറ്റർ നൈട്രജൻ മോളിക്യൂൾ മൂവ് ഫാസ്റ്റർ. നോക്കൂ, നൈട്രജൻ മോളിക്യൂളിൻ്റെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഇതാണ്. എന്നാൽ ക്ലോറിൻ എന്ന ഹെവിയർ മോളിക്യൂളിന്, ക്ലോറിൻ്റെ മോളാർ മാസ് 71 നൈട്രജൻ്റെ മോളാർ മാസ് 28. അപ്പോൾ മോളാർ മാസ് കൂടിയ ക്ലോറിൻ്റെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് കുറവാണ് എന്ന് കാണാം. ഹെൻസ് അറ്റ് എനി ഗിവൺ ടെമ്പറേച്ചർ നൈട്രജൻ മോളിക്യൂൾ ഹാവ് ഹയർ വാല്യൂ ഓഫ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് than chlorine molecules. Look at the molecular speed distribution curve of chlorine and nitrogen given in figure 5.9. Though at a particular temperature the individual speed of the molecule keeps changing, the distribution of speed remains same. നമുക്ക് അടുത്ത് നോക്കാം. We know that kinetic energy of a particle is given by the expression kinetic energy is equal to half mu². നമുക്കറിയാം, ഒരു സിംഗിൾ പാർട്ടിക്കിളിന് ഒരു ബോഡി u സ്പീഡിൽ നീങ്ങിയാൽ കൈനറ്റിക് എനർജി ഹാഫ് mu² എന്നെടുക്കാം. എന്നാൽ നാം ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്യാസ് മോളിക്യൂളുകളാണ്, ഒരു സിംഗിൾ പാർട്ടിക്കിൾ അല്ല. അങ്ങനെ വന്നാൽ നാം അവിടെ യുവിന് പകരം ഉപയോഗിക്കേണ്ടത് എന്ത് സ്പീഡായിരിക്കും? അവിടെയാണ് നാം RMS സ്പീഡ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. നാം അവിടെ സ്പീഡിന് പകരം വെക്കേണ്ടത് എന്താണ്? ഓരോ മോളിക്യൂളിനെയും സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ഇവയെല്ലാറ്റിൻ്റെയും സം എടുക്കുക, എന്നിട്ടോ അങ്ങനെ അവയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? മീൻ വാല്യൂ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സ്പീഡ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ്. ഓരോ മോളിക്യൂളിൻ്റെയും വേഗതയുടെ സ്ക്വയറിൻ്റെ മീൻ വാല്യൂ കിട്ടി. അതിന് നിങ്ങൾ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പം നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയുന്നത്, RMS സ്പീഡ്. അതാണ് നാം വയ്ക്കുന്നത്. നോക്കൂ കൊടുത്തത്. Therefore, if you want to know average translational kinetic energy, കിട്ടാൻ ഹാഫ് mu². ഇത് കേട്ടാൽ പെട്ടെന്ന് നമ്മൾ ധരിക്കുക എന്താണ്? ഈ യു എന്ന് പറയുന്നത് നമ്മൾ എല്ലാറ്റിൻ്റെയും ആവറേജ് ആണ് എടുത്തു വെച്ചത് എന്ന്. തെറ്റിദ്ധരിക്കരുത്. നാം വെക്കുന്നതോ
For the movement of gas particle in straight line, we require the value of mean of squares of the speed. ഓരോന്നിൻ്റെയും സ്ക്വയറിൻ്റെ എന്താണ് മീൻ വാല്യൂ നമ്മൾ എടുക്കണം. സ്ക്വയേഴ്സ് ഓഫ് ദ സ്പീഡിൻ്റെ മീൻ വാല്യൂ ആണ് യു ബാർ സ്ക്വയർ. അപ്പോൾ യു ബാർ എന്താണ് ശ്രദ്ധിക്കണേ, യു ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഓരോന്നിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ മീൻ വാല്യൂ, ആവറേജ് വാല്യൂ ആണ്. ഇതിനെയാണ് നമ്മൾ യു ബാർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ യു ബാർ എന്താണ്, റൂട്ട് ഓഫ് ആർ എം എസ്, അതാണ് റൂട്ട് ഓഫ് മീൻ സ്ക്വയേഴ്സ് വാല്യൂ ആണ്. അപ്പോൾ യു ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സ്പീഡ് ഓഫ് ഓൾ മോളിക്യൂൾസ്. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഫോളോസ്. യു ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു u1 square plus u2 square plus etc. un square divided by n. The mean square speed is the direct measure of average kinetic energy of gas molecule. Please note it. Average kinetic energy എന്ന് പറയുന്നത് kinetic energy on an average kinetic energy directly proportional to u bar square ആണ് എന്നർത്ഥം. അവിടെ u bar square ആണ്, അവിടെ എന്തല്ല u, ആവറേജ് സ്പീഡ് അല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. Clear now? If we take square root of the mean of square speed of, then we get a value of speed which is different from most probable speed and average speed. This speed is called root mean square speed and is given by the expression as follows: URMS is root of u bar square. നിങ്ങൾക്ക് അല്പം ഒന്ന് ആലോചിച്ചാൽ അതെന്ത് വരും എന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു പി വി is equal to 1/3 NM u bar സ്ക്വയർ എന്ന് നാം കൈനറ്റിക് തിയറി വെച്ചെടുത്തിട്ടുണ്ട്. അവിടെ യു ബാർ എന്ന് പറയുന്നത് ആർ എം എസ് സ്പീഡ് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം പി വി is equal to NRT ആണ് എന്ന്. ഇവിടെ ഞാനെടുത്ത രണ്ട് വാക്കുകളും തമ്മിൽ മാറിപ്പോകരുത്. ഇവിടെ ഞാൻ എടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് എന്നോർത്തിരിക്കുക. അപ്പോൾ N ഇൻറ്റു എം എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ മാസാണ്. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഇതിനെ നമ്പർ ഓഫ് മോൾസിൻ്റെ ടേമിലേക്ക് എഴുതാം. എങ്ങനെയാണ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനെയാണ് N റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ് എന്ന്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഞാൻ രണ്ടിലും N എന്ന് കാണിക്കുന്നത് ഒരേപോലെ ആക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. ഈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ N ഇൻറ്റു എന്നെ എടുക്കുമ്പോഴേ നമ്മളെ മാക്സ്വെൽ ഡിറൈവ് ചെയ്ത 1/3 NM u സ്ക്വയർ ആകുന്നുള്ളൂ എന്നർത്ഥം. ക്ലിയർ? സോ പി വി is equal to 1/3 ഇൻറ്റു N ഇൻറ്റു എന്നെ എം യു ബാർ സ്ക്വയർ. അവിടെ N ആരാണ്, നമ്പർ ഓഫ് മോൾസ് ആണ് എന്നോർത്തിരിക്കുക. നിങ്ങൾക്കറിയാം മോളാർ മാസ് ആണ് അവഗാഡ്രോ നമ്പർ മോളിക്യൂളിൻ്റെ മാസ് എടുത്താൽ കിട്ടുന്നത്. ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ മാസാണ് എം. അവഗാഡ്രോ നമ്പർ ഇൻറ്റു എം എന്നൊരെന്തായിരിക്കും, അതിൻ്റെ മോളാർ മാസ് ആയിരിക്കും. ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മോളാർ മാസ് കിട്ടും എന്നറിയാം. അങ്ങനെയാണ് എങ്കിൽ എനിക്കിതിനെ എന്തെഴുതാം, 1/3 ഇൻറ്റു എന്തായിരിക്കും കിട്ടുന്നത്, N ഇൻറ്റു എം യു ബാർ സ്ക്വയർ എന്നെനിക്ക് എഴുതാൻ പറ്റും. പക്ഷേ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വഴി പി വി is equal to NRT ആണ്. ഇപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താലോ, അതിൻ്റെ അർത്ഥം 1/3 NM u ബാർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, NRT ആയിരിക്കണം എന്നർത്ഥം. ദാറ്റ് മീൻസ് നമുക്കറിയാം യു ബാർ സ്ക്വയർ എന്ന് പറയുന്നത് 3RT/m ആയിരിക്കും. അഥവാ യു ബാർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3RT/m ആണ് എന്നോർത്തിരിക്കണം. സോ ഇതാണ് ആർ എം എസ് സ്പീഡ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്താണെന്ന് പറഞ്ഞു, റൂട്ട് ഓഫ് 2RT/m ആണ് എന്ന് നാം പറഞ്ഞു. ആവറേജ് സ്പീഡ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, റൂട്ട് ഓഫ് 8RT/m ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നാം എന്താ കണ്ടത്, ആർ എം എസ് സ്പീഡ്. ആർ എം എസ് സ്പീഡ് എന്താണ്, റൂട്ട് ഓഫ് 3RT/m എന്നാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. എന്തെന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം ഇവിടെ എന്താണ്, നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം ആർ എം എസ് സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. കാരണം മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്തായിരുന്നു, റൂട്ട് ഓഫ് 2RT/m.
ആവറേജ് സ്പീഡ് എന്തായിരുന്നു? റൂട്ട് ഓഫ് 8RT/πm. അങ്ങനെയാണ് എങ്കിൽ RMS സ്പീഡ് എന്തായിരുന്നു? റൂട്ട് ഓഫ് 3RT/m. കോമൺ ഫാക്ടർ കട്ട് ചെയ്താൽ √2 ഈസ് ടു റൂട്ട് ഓഫ് 8/π ഈസ് ടു √3 എന്നാവും. അതായത് 1.414 ഈസ് ടു 1.6 സംതിങ് ഈസ് ടു 1.732. ഞാനിതിൽ ഏറ്റവും ചെറിയ വാല്യൂ മോസ്റ്റ് പ്രോബബിളിൻ്റെയാണ്. ഞാൻ അതുകൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്തെഴുതാം? 1 ഈസ് ടു 1.128 ഈസ് ടു 1.224 എന്ന് കാണാം. അതായത് മോസ്റ്റ് പ്രോബബിൾ സ്പീഡിനെ 1 എന്നെടുത്താൽ നമുക്ക് കാണാം RMS സ്പീഡ് കിട്ടാൻ അതിനെ 1.224 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നർത്ഥം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമുക്കിനി അടുത്തതിലേക്കൊന്ന് പോകാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കൂ. റേഷ്യോ ഓഫ് RMS സ്പീഡ് ഓഫ് H2 at 50 Kelvin ആൻഡ് ദാറ്റ് ഓഫ് O2 at 800 Kelvin ഈസ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? RMS സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് 3RT/m ആണ്. അപ്പോൾ നമുക്കതിൻ്റെ റേഷ്യോ എടുക്കേണ്ടി വന്നാലോ U1/U2 ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് T1/T2 ഇൻറ്റു M2/M1 എന്നായിരിക്കും. ഇവിടെ T1 എന്നത് 50 ആണ്, T2 800 Kelvin ആണ്. M2 ഓക്സിജൻ്റെ മോളാർ മാസ് 32, ഹൈഡ്രജൻ്റെത് 2. നമുക്ക് ഇത് കട്ട് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക? 16/5 എന്ന് പറഞ്ഞാൽ തന്നെ 80 ആണല്ലോ. അപ്പോൾ 800/800 1. അപ്പോൾ √1 1. അപ്പോൾ 1:1 എന്ന റേഷ്യോ ആവും നിങ്ങൾക്ക് കിട്ടിയത്. അടുത്ത് നോക്കൂ. ആവറേജ് സ്പീഡ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ അറ്റ് 27 ഡിഗ്രി. ആവറേജ് സ്പീഡാണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് മറ്റൊരു ടെമ്പറേച്ചറിലെ ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് റൂട്ട് ഓഫ് എത്രയാണ്? റൂട്ട് ഓഫ് ആവറേജ് സ്പീഡിന് റൂട്ട് ഓഫ് 8RT/πm ആണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാരിയസ് വാല്യൂ U1/U2 അന്നേരം കിട്ടാൻ എന്തായിരിക്കും നാം ചെയ്യുക? റൂട്ട് ഓഫ് T1/T2 എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. U1 എന്ന് പറയുന്നത് 0.3 ആണ്. U2 കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് T1 300 Kelvin ആണ്, 27 ഡിഗ്രി. 927ൻ്റെ കൂടെ 273 ആഡ് ചെയ്താൽ 1200 കിട്ടും എന്ന് നിങ്ങൾക്കറിയാം. റൂട്ട് ഓഫ് 1/4 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? അപ്പോൾ U2 ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 2, അതായത് 0.6 മീറ്റർ പെർ സെക്കൻഡ് ആവും നിങ്ങൾക്ക് കിട്ടിയത്. അടുത്ത ഒന്ന് നോക്കി നോക്കൂ. The molecules of a given mass of a gas have RMS speed 200 meter per second at 300 Kelvin and 1 lakh bar pressure. When absolute temperature is doubled and pressure is half, RMS speed of the molecules will become. നമുക്കറിയാം RMS velocity depends only on temperature. അല്ലേ? T കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാവും RTക്ക് പകരം സാറിന് PV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അങ്ങനെയാണ് എങ്കിൽ സാറിന് ഇങ്ങനെ എഴുതിക്കൂടെ? ശരിയാണ്. പക്ഷേ നമുക്കറിയാം T കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം PV കോൺസ്റ്റൻ്റ് ആണ്. അഥവാ T മാറ്റിയാലും ആ പർട്ടിക്കുലർ Tയിൽ PV എന്ന് പറയുന്ന ടേം ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ തന്നെയാണ്. Pനനുസരിച്ച് V ഓട്ടോമാറ്റിക്കലി മാറും. അതുകൊണ്ട് ഇവിടെ നമുക്കറിയേണ്ടത് ടെമ്പറേച്ചറിന് എന്ത് സംഭവിച്ചു എന്നാണ്. ടെമ്പറേച്ചർ ഡബിളാക്കി എന്നാണ് പറയുന്നത്. പ്രഷർ മാറ്റിയതിനനുസരിച്ച് വോളിയം അഡ്ജസ്റ്റ് ചെയ്തോളൂ. അതുകൊണ്ട് നാം ടെമ്പറേച്ചറിനെ മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമുക്കറിയാം ടെമ്പറേച്ചർ ഡബിൾ ചെയ്താൽ √2 ടൈംസ് കൂടും അല്ലേ? ടെമ്പറേച്ചർ സ്ക്വയർ റൂട്ടിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ RMS സ്പീഡ് എന്താകും? ആദ്യമുള്ളത് 200 ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 200 √2 ആയിരിക്കും. അടുത്ത് നോക്കൂ. ചോദ്യം RMS സ്പീഡിൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം RMS സ്പീഡിൽ മോളാർ മാസ് ഇരിക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. അതായത് തടിയനായ മോളിക്യൂളിൻ്റെ വേഗത കുറവാണ്. ഇതിൽ കൂട്ടത്തിൽ ഹയസ്റ്റ് മോളാർ മാസ് HBrനാണ് അല്ലേ? 81 വരും. O2ന് 32. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹയസ്റ്റ് RMS സ്പീഡ് ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആയിരിക്കുമല്ലോ. ഇവിടെ നോക്കൂ. 2 gases X and Y have their molecular speed ratio 3:1 at certain temperature. റേഷ്യോ ഓഫ് ദെയർ മോളിക്കുലാർ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളോട് തന്നിരിക്കുന്നത് 3:1 എന്തിരിക്കുന്നത്? മോളിക്കുലാർ സ്പീഡ്. ഏത് സ്പീഡായാലും നമുക്കറിയാം മോളാർ മാസിന് അത് സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ നമുക്കറിയാം സ്പീഡ്, അതായത് V1/V2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് M2/M1 ആയിരിക്കും എന്ന്. V1/V2 എന്ന് പറഞ്ഞാൽ 3/1 ആണ്.
സോ ദാറ്റ് വിൽ ബി m2 by m1 സ്ക്വയർ റൂട്ടിന് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്ക്വയേഴ്സ് എടുത്താലോ 9/1 ഈക്വൽ ടു m2 by m1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് m1 ഈസ് ടു m2 ഈസ് 1:9 എന്നാവും കിട്ടിയത്. am I right? നമുക്ക് അടുത്തതിലേക്കൊന്ന് പോകാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, നാം പറയുകയുണ്ടായി കൈനറ്റിക് എനർജിക്ക് ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം എന്നാണ് നാം കണ്ടത്. കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂളിന് ½m⁴ യൂസ് ചെയ്യണം എന്നാണ് നാം കണ്ടത്. ശരിയല്ലേ? ½ m ഇൻറ്റു ഞാൻ ഒരു മോൾ ഗ്യാസ് എടുത്തു വിചാരിക്കുക. അപ്പോൾ ഞാൻ എടുക്കേണ്ടത് മോളാർ മാസ് ആയിരിക്കും. ശരിയല്ലേ? u⁻² എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂ ആണ്. നമുക്കറിയാം, ഓൾറെഡി നാം കണ്ടു കഴിഞ്ഞു √3RT/m ആണ് അത് എന്ന്. സ്ക്വയർ ചെയ്താലോ ½ × m × 3RT/m എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഒരു മോൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ഗ്യാസ് എന്തായിരിക്കും? 3/2 RT ആണ് എന്നോർത്തിരിക്കുക. കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ഗ്യാസ് ഈസ് 3/2 RT. അങ്ങനെയാണ് എങ്കിൽ ഇതെന്താണ്? കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ഗ്യാസ് ആണ്. ഒരു മോൾ ഗ്യാസിനാണ് ഞാൻ എടുത്തത്. അങ്ങനെയാണെങ്കിൽ n മോൾ ഗ്യാസ് ഉണ്ടായിരുന്നുവെങ്കിലോ കൈനറ്റിക് എനർജി ഫോർ n മോൾ ഗ്യാസിനപ്പോൾ എന്തായിരിക്കും? 3/2 nRT എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് എ സിംഗിൾ മോളിക്യൂൾ എന്തായിരിക്കും? ഒരു മോൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജിയാണ് 3/2 RT എന്ന് പറയുന്നത്. അവഗാഡ്രോ നമ്പർ മോളിക്യൂളുകൾക്ക് ഉണ്ടാവുന്ന ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് 3/2 RT. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂളിന് എന്തായിരിക്കും? ഒരു മോളിക്യൂളിന് അവഗാഡ്രോ നമ്പറിനെ ഗ്യാസ് കോൺസ്റ്റൻറ്റിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? അവഗാഡ്രോ നമ്പർ മോളിക്യൂളുകൾക്കാണ് 3/2 RT. ഒരു മോളിക്യൂളിന് 3/2 RT ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. R/N ഗ്യാസ് കോൺസ്റ്റൻറ്റ് ബൈ അവഗാഡ്രോ നമ്പറാണ് എന്ത്? ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. സോ കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ എന്ന് പറയുന്നത് 3/2 ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു T എന്ന് നമ്മൾ എടുക്കാറുണ്ട്. ഇനി നമ്മളെ ചോദ്യത്തിലേക്കൊന്ന് വരാം. നമ്മളെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? 0.3 മോൾ ഹീലിയത്തിന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും 0.4 മോൾ ആർഗൺ 400 കെൽവിനിൽ വയ്ക്കുമ്പോഴുള്ള ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും സെയിം ആയി വരണം. എന്ന് വെച്ചാൽ രണ്ടാളുടെയും കൈനറ്റിക് എനർജി സെയിം ആവണം. അതായത് 3/2 nRT ഓഫ് വൺ ഗ്യാസ് ഈസ് ഈക്വൽ ടു 3/2 nRT ഓഫ് അനദർ ഗ്യാസ് എന്നർത്ഥം. എന്ന് വെച്ചാൽ നമുക്ക് എന്തു പറയാം? n1T1 ഈക്വൽ ടു n2T2 ആയി വരണം എന്നർത്ഥം. n1 എന്ന് പറയുന്നത് 0.3, അതിൻ്റെ ടെമ്പറേച്ചർ മിസ്സിംഗ് ആണ്. n2 എന്ന് പറയുന്നത് 0.4 ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ 400 കെൽവിൻ തന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെയാണ് എങ്കിൽ വാട്ട് വിൽ ബി T2 ഈസ് ഈക്വൽ ടു സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാം? 1600 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയാം. ശരിയല്ലേ? എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 3×5 = 15, 533.33 കെൽവിൻ ആയിരിക്കും. ക്ലിയർ നൗ? നമുക്ക് അടുത്തതിലേക്കൊന്ന് പോകാം. ഏതെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. നോക്കൂ, the translational kinetic energy of n molecule of O2 gas is x joule at -123 degrees C. അതായത് 273 - 123 എത്രയായിരിക്കും? 150 കെൽവിൻ. am I right? 150 കെൽവിനിൽ x ജൂൾ ഉണ്ട്. another sample of oxygen at 27 degrees C has translational kinetic energy 2x joule. later sample contain, നമുക്കറിയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/2 nRT എന്നാണ് അല്ലേ? 3/2 nRT ആദ്യം ചെയ്തപ്പോൾ x ജൂള് കിട്ടി. അതായത് 3/2 ഇൻറ്റു ആദ്യത്തെ കേസിൽ n മോളിക്യൂളാണ്. n ഇൻറ്റു സത്യത്തിൽ ഞാൻ അവിടെ KB ആണ് വെക്കേണ്ടത്, കട്ട് ചെയ്ത് പോകും എന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തു. അവിടെയുള്ള T എത്രയാണ്? ഫസ്റ്റ് കേസിൽ T എന്ന് പറയുന്നത് 150 കെൽവിനാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് എക്സിന് ഈക്വലാണ്. രണ്ടാമത്തെ കേസിൽ 3/2 ഇൻറ്റു n എത്രയാണെന്ന് അറിയില്ല. R ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി അഥവാ 300 കെൽവിൻ. അപ്പോഴെന്ത് സംഭവിച്ചു? കൈനറ്റിക് എനർജി ഡബിളായി. ടെമ്പറേച്ചർ ഡബിളായപ്പോൾ കൈനറ്റിക് എനർജി ഡബിളായി. വാട്ട് ഡസ് ഇറ്റ് മീൻ? മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല എന്നല്ലേ അത് കാണിക്കുന്നത്? മോളിക്യൂളിൻ്റെ എണ്ണം രണ്ടിലും ഒന്ന് തന്നെയാണ്.
കൈനറ്റിക് എനർജി ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ ടെമ്പറേച്ചർ ഡബിൾ ആയിട്ടുണ്ട്, 150 കെൽവിനിൽ നിന്ന് 300 കെൽവിനായി. സ്വാഭാവികമായും കൈനറ്റിക് എനർജിയും ഡബിളായി. അതിൻ്റെ അർത്ഥം പാത്രത്തിലിരിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നും വന്നില്ല. ഫാത്തിമ ഇതിലേക്ക് എന്തോ സംശയമുണ്ടല്ലോ, എന്തായിരുന്നു ഫാത്തിമ ഇതിലെ സംശയം എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, സംശയമുണ്ടെന്ന് മാത്രമേ കാണുന്നുണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഫാത്തിമേ. ഹീലിയം ആറ്റം ഈസ് 2 times heavier than hydrogen molecule at 298 Kelvin. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഹീലിയം ആറ്റം ഈസ്. എന്തായിരിക്കും? നമുക്കറിയാം ആവറേജ് കൈനറ്റിക് എനർജി ഇൻഡിപെൻഡൻ്റ് ഓഫ് മോളാർ മാസ് ആണ് എന്ന്. നോക്കൂ, ആവറേജ് കൈനറ്റിക് എനർജി പെർ മോൾ ഓഫ് ദ ഗ്യാസ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 RT എന്നായിരുന്നു. ഇതിൽ മോളാർ മാസ് എന്ന് പറയുന്ന ആളില്ല. ഒരു ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് എടുത്താൽ ഹൈഡ്രജൻ്റെ ആയാലും ഹീലിയത്തിൻ്റെ ആയാലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആയാലും ഇതിലെല്ലാറ്റിലും എന്താണ് RMS? എന്താണ് സംശയം സുമയ്യയ്ക്ക്? സാർ RMS ക്വസ്റ്റ്യൻ തെറ്റുണ്ടെന്നോ? RMS ക്വസ്റ്റ്യനിൽ നാം ചെയ്തതിൽ ഒരു തെറ്റ് പറ്റി എന്നാണ് അയാൾ പറയുന്നത്. ഏതായിരുന്നു RMS സ്പീഡിൻ്റെ കേസ് നമ്മൾ പറഞ്ഞത്? RMS സ്പീഡിൻ്റെ ഞാൻ എടുത്തത് തെറ്റിയിരുന്നു അല്ലേ? സോറി, മാർക്ക് ചെയ്തത് തെറ്റായിരുന്നു. ഞാൻ നേരെ തിരിച്ചാണ് എടുത്തത് അല്ലേ? വെരി ഗുഡ്. ഏതാണ്? തടിയനായ മോളിക്യൂളിൻ്റെ വേഗത കുറവായിരിക്കും. അപ്പോൾ ആൻസർ A ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ HBr എന്ന് പറയുന്നതിന് മോളാർ മാസ് കൂടുതലാണ്, അപ്പോൾ അവൻ്റെ വേഗത കുറവാണ് എന്നർത്ഥം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഞാൻ തിരിച്ചാണ് മാർക്ക് ചെയ്തത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഏതാണെന്ന് നോക്കൂ. ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മോളാർ മാസ് എന്നാണ്. ഇവിടെ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ക്ലിയർ നൗ? സോ നമുക്ക് എന്ത് പറയാം? 3/2 RT എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളാണ്. സോ സെയിം ആസ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്നാണ്. യു ഗോട്ട് ഇറ്റ്? ഞാനൊന്ന് വെറുതെ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരേ ടെമ്പറേച്ചറിലാണ് ഹൈഡ്രജനും ഹീലിയവും ഇരിക്കുന്നത്. ഞാനൊരു 10 ഗ്രാം ഹൈഡ്രജൻ എടുത്തു, 10 ഗ്രാം ഹീലിയം എടുത്തു. രണ്ടുപേരുടെയും ടെമ്പറേച്ചർ സെയിം ആണ്. ആർക്കായിരിക്കും കൂടുതൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത്? സംശയം വേണ്ട, ഹൈഡ്രജനാണ്. കാരണം ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 nRT ആണ്. ഇവിടെ T കോൺസ്റ്റൻ്റ് ആണ്, R കോൺസ്റ്റൻ്റ് ആണ്, 3/2 കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ 10 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അത് 2.5 എത്രയുണ്ടാവും? 5 മോൾ ഉണ്ട്. എന്നാൽ 10 ഗ്രാം ഹീലിയം എന്ന് പറയുമ്പോഴോ 10 ഗ്രാം ഹീലിയം എന്ന് പറയുമ്പോൾ 2.5 മോളേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമുക്ക് ഒരേ മാസ് എടുത്താൽ ടോട്ടൽ കൈനറ്റിക് എനർജി സെയിം ആവണമെന്നില്ല. നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജിയും സെയിം ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും ആവറേജ് കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. രണ്ടിനും ഒരേ വാല്യൂ ആണ്, കാരണം ഒരേ ടെമ്പറേച്ചർ ആണ് എങ്കിൽ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ക്ലിയർ നൗ? ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. Our theoretical model of gases corresponds to very well with experimental observations. ഇത് നമ്മൾ ഇന്നലെ വായിച്ചതായിരുന്നു. ഞാനൊന്ന് വേഗം പോകാം. Difficulty arises when we try to test how far the relation PV is equal to nRT reproduce actual pressure volume temperature relationship of gases. To test this point, we plot PV versus P plot of gases because at constant temperature PV will be a constant according to Boyle's law. നമ്മൾ ഇന്നലെ ഗ്രാഫ് വരച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. PV 24 എടുത്തുകൊണ്ട് വാരിയസ് പ്രഷറിൽ നമ്മൾ ഗ്രാഫ് വരച്ചായിരുന്നു. അപ്പം നമ്മൾ ബോയിൽസ് ലോ പ്രകാരം PVയെ Pയുമായി പ്ലോട്ട് ചെയ്താൽ എക്സ് ആക്സിസിന് പാരലലായ ഒരു ലൈന് പോകണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഫിഗർ 5.8 ഷോസ് സച്ച് എ പ്ലോട്ട് കൺസ്ട്രക്റ്റഡ് ഫ്രം ആക്ച്വൽ ഡാറ്റ ഫോർ സെവറൽ ഗ്യാസസ് അറ്റ് 273 കെൽവിൻ. ശരിക്കും നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കിയ സമയത്ത് ഇങ്ങനെയാണ് ജനറലായിട്ട് പോകുന്നത്. എന്നാൽ ഹൈഡ്രജനും ഹീലിയത്തിനും നമുക്ക് എന്താ കാണാൻ പറ്റിയത്? പോസിറ്റീവ് ഡീവിയേഷൻ മാത്രമായിരുന്നു. നോക്കൂ, ഹീലിയം ഓൾമോസ്റ്റ് ഐഡിയലായിട്ട് പോകുന്നുണ്ടെങ്കിലും ഹൈഡ്രജൻ പോസിറ്റീവ് ഡീവിയേഷൻ മാത്രം, രണ്ടും പോസിറ്റീവ് ഡീവിയേഷൻ മാത്രമാണ് 0 ഡിഗ്രി സെൽഷ്യസിൽ കാണിക്കുന്നത്. ഈ അവസരത്തിൽ ഓർത്തോളൂ, വെരി ലോ ടെമ്പറേച്ചറിലാണ് നിങ്ങൾ ഹൈഡ്രജനും ഹീലിയവും വരച്ചതെങ്കിൽ അപ്പോഴും അവരുടെ ഗ്രാഫ് താഴെ പോയിട്ട് തന്നെയാണ് മേലേക്ക് പോവുക. പക്ഷേ 0 ഡിഗ്രി സെൽഷ്യസിൽ ഹൈഡ്രജനും ഹീലിയത്തിനും പോസിറ്റീവ് ഡീവിയേഷൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ.
It can be seen easily that at constant temperature, PV versus P plot for real gases is not a straight line. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു പി വിയും പിയുമായിട്ട് ഐഡിയൽ ഗ്യാസിന് സ്ട്രെയിറ്റ് ലൈൻ വരണമെന്ന്. എന്നാൽ സത്യത്തിൽ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. 2 types of curves are seen. ഏതൊക്കെയാണ്? In the curves for dihydrogen and helium, as the pressure increases, the value of PV also increases. അത് കൂടി വരുന്നത് മാത്രമേ കണ്ടുള്ളൂ. Second type of plot is seen in the case of other gases like കാർബൺ മോണോക്സൈഡ് ആൻഡ് മീതെയിൻ. ഞാൻ ഇന്നലെ പറഞ്ഞു കാർബൺ മോണോക്സൈഡിന് കുറച്ചൊരു നെഗറ്റീവ് ഡീവിയേഷൻ കഴിഞ്ഞ് പോസിറ്റീവ് ഡീവിയേഷനിലേക്കാണ്. കാർബൺ മോണോക്സൈഡ് നല്ലോണം പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ മീതെയിൻ്റെ കേസിൽ നല്ലൊരു നെഗറ്റീവ് ഡീവിയേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണുന്നത് കാണാം. In these plots, first there is a negative deviation from ideal behavior. The PV value decreases with increase in pressure and reaches to a minimum value for a characteristic of a gas. ഓരോ പർട്ടിക്കുലർ ഗ്യാസിനും ഒരു മിനിമം വാല്യൂ അത് അറ്റൈൻ ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ആഫ്റ്റർ ദാറ്റ് PV വാല്യൂ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. അത് കൂടി വരും. അങ്ങനെ പോകുമ്പോഴോ ഒരു ക്രോസ് സെക്ഷൻ കാണാം. The curve then crosses the line for ideal gas and after that shows positive deviation continuously. ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസിൻ്റെയും സ്ഥലത്തൊരു പോയിൻ്റ് ഒരു ഇൻ്റർസെക്ഷൻ വരും. പിന്നെ അത് പോസിറ്റീവ് ഡീവിയേഷൻ തുടർച്ചയായി കാണിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് ദസ് ഫൗണ്ട് ദാറ്റ് റിയൽ ഗ്യാസസ് ഡു നോട്ട് ഫോളോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പെർഫെക്റ്റ്ലി അണ്ടർ ഓൾ കണ്ടീഷൻസ്. Deviation from ideal behavior also becomes apparent when pressure versus volume plot is drawn. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ? ഈ ഗ്രാഫ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അവസാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഗ്രാഫ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. നമുക്കിതൊന്ന് നോക്കാം. നമുക്ക് വീണ്ടും ഒരു പ്ലോട്ട് ഇവിടെ വരച്ചിരിക്കുകയാണ്. പ്രഷറും വോള്യൂമും ശരിക്കും എക്സ്പെരിമെൻ്റൽ ഡാറ്റ വെച്ച് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? വെരി ലോ പ്രഷറിൽ കാര്യമായ വ്യത്യാസം ഒന്നുമില്ല. തൊട്ടില്ലെന്നാണ് ഐഡിയൽ ഗ്യാസിൻ്റെയും റിയൽ ഗ്യാസിൻ്റെയും ഗ്രാഫ് പോകുന്നത്. എന്നാൽ നിങ്ങൾ വെരി ഹൈ പ്രഷർ ആക്കിയപ്പോൾ അവിടെ നല്ല ഡീവിയേഷൻ കാണുന്നുണ്ട്. സത്യത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളൊരു പാത്രത്തിൽ ഗ്യാസ് എടുത്ത് കംപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കംപ്രസ് ചെയ്ത് സത്യത്തിൽ ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിൽ എന്ത് വേണം? പ്രഷർ ഡബിൾ ചെയ്താൽ വോള്യൂം കുറയണം. ആദ്യം നിങ്ങൾ പ്രഷർ ഡബിൾ ചെയ്യുന്ന സമയത്ത് വോള്യൂം പകുതി ആവുന്നതിനേക്കാളും താഴും. എന്ന് വെച്ചാൽ പ്രഷർ കൂട്ടുമ്പോൾ ഗ്യാസ് പെട്ടെന്നൊന്ന് താഴും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഗ്യാസിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ പിന്നെ അങ്ങോട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് സ്വാഭാവികമായും ഗ്രാഫ് ഐഡിയൽ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് വോള്യൂം കുറഞ്ഞു വരുമെന്നാണ്. പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് തന്നെ വോള്യൂം പ്രൊപ്പോർഷണലായി കുറഞ്ഞു വന്നാൽ അതാണ് ഐഡിയൽ ഗ്യാസ്. പക്ഷേ ഒരു റിയൽ ഗ്യാസിന് നിങ്ങൾ കാണുന്നത് ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രഷർ കൂട്ടുന്നുണ്ടെങ്കിലും വോള്യൂം കാര്യമായിട്ടൊന്നും കുറയുന്നില്ല എന്ന് കാണാൻ പറ്റും. അതാണ് റിയൽ ആയിട്ടുള്ള ഗ്യാസ്. ഒരുവിധം നല്ലോണം അമർത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അമർത്തുന്നതിനനുസരിച്ച് പ്രതീക്ഷിക്കുന്ന അത്ര വോള്യൂം കുറയുന്നില്ല എന്ന് കാണാം. നോക്കൂ, പ്രഷർ വേഴ്സ് വോള്യൂം പ്ലോട്ട് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ, അതായത് റിയൽ ഗ്യാസ്, ആൻഡ് ദാറ്റ് തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് ഫ്രം ബോയിൽസ് ലോ, ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ്, ഷുഡ് കോയിൻസൈഡ്. അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഫിഗർ 5.9 ഷോസ് ദീസ് പ്ലോട്ട്സ്. ഇറ്റ് ഈസ് അപ്പാരൻറ്റ് ദാറ്റ് അറ്റ് വെരി ഹൈ പ്രഷർ the measured volume is more than the calculated volume. വെരി ഹൈ പ്രഷറിൽ, ആദ്യം പറയുന്നത് വെരി ഹൈ പ്രഷറിലാണ്. അവിടെ എന്താണ് കാണുന്നത്? മെഷേർഡ് വോള്യൂം. നിങ്ങൾ മെഷർ ചെയ്ത വോള്യൂം എന്ന് പറയുന്നത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഗ്യാസിന് ഉണ്ടാവേണ്ട വോള്യൂമിനേക്കാൾ കൂടി നിൽക്കുകയാണ്. വെരി ഹൈ പ്രഷറിൽ ഐഡിയൽ ഗ്യാസിന് ഉണ്ടാവേണ്ട വോള്യൂമിനേക്കാൾ കൂടി നിൽക്കുകയാണ് റിയൽ ഗ്യാസിൻ്റെ വോള്യൂം എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. It is apparent that at very high pressure the measured volume is more than the calculated volume. Calculated volume എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്ത വോള്യൂമിനേക്കാളും കൂടി നിൽക്കുകയാണ് റിയൽ ഗ്യാസിൻ്റെ വോള്യൂം. At low pressures
measured and calculated volumes approach each other. Low pressure almost അത് coincide ചെയ്തിട്ടാണ് പോകുന്നതെന്ന് കാണാം. It is found that real gases do not follow Boyle's law, Charles' law and Avogadro's law perfectly under all conditions. നമ്മൾ ആദ്യമേ കണ്ടു ഐഡിയൽ ആയിട്ടുള്ള ഗ്യാസസ് എന്ന് പറയുന്നത് വെറും ഹൈപ്പോതെറ്റിക്കൽ ആണ് എന്ന്. Now two questions arise. Why do gases deviate from ideal behavior? എന്തിനാണ് ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നത്? What are the conditions under which gases deviate from ideality? We get the answer of the first question if we look into the postulates of kinetic theory once again. നമ്മൾ ആദ്യം തന്നെ ആൻസർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? We get the answer of the first question if we look into postulates of kinetic theory once again. നോക്കാം. We find that two assumptions of the kinetic theory do not hold good. ഏതൊക്കെയാണ്? These are: ഒന്ന്, there is no force of attraction between molecules of gas. കൈനറ്റിക് തിയറി നമുക്കറിയാം എസംഷൻസിൽ പറയുന്നത് എന്താണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ എസംഷനിൽ പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ആകർഷണമൊന്നും ഇല്ല എന്നാണ്. മറ്റൊരു കാര്യം പറയുന്നതോ വോള്യൂം ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ, ഈ സ്മോൾ ഇൻ കമ്പാരിസൺ ടു ദ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ്. ശരിക്കും പാത്രത്തിൻ്റെ വോള്യൂം വെച്ച് നോക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ യഥാർത്ഥ വോള്യൂം നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ഈ രണ്ട് പ്രസ്താവനകളും തെറ്റാണ്. അതുകൊണ്ടാണ് ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത്. നോക്കൂ, എസംഷൻ എ ഈസ് കറക്റ്റ്, അങ്ങനെ ആയിരുന്നു വിചാരിക്കുക. അതായത് എന്താണ്? ദർ ഈസ് നോ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്നായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ദ ഗ്യാസ് വിൽ നെവർ ലിക്വിഫൈ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹീലിയത്തെ പോലും നമുക്കിന്ന് ലിക്വിഡാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഗ്യാസിന് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരിക്കലും ഐഡിയൽ ഗ്യാസിനെ നമുക്ക് ലിക്വിഡാക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല എന്നർത്ഥം. However, we know that gases do liquefy when cooled and compressed. Also, liquids formed are very difficult to compress. This means that forces of repulsions are powerful enough and prevent squashing of molecules in tiny volume. നമുക്കറിയാം, നാം ഗ്യാസസിനെ പിടിച്ച് കംപ്രസ് ചെയ്ത് ലിക്വിഡാക്കി കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡുകൾക്ക് പൊതുവെ കംപ്രസിബിലിറ്റി ഇല്ല. അതിൻ്റെ അർത്ഥം മോളിക്യൂളുകൾ വളരെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ആ മോളിക്യൂളിനെ നമുക്ക് സ്ക്വാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല, അതിനെ മെർജ് ചെയ്യിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം മോളിക്യൂൾ വളരെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അവ തമ്മിലുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷൻ നല്ലോണം ഉണ്ടാവും. പിന്നെ മോളിക്യൂളിനെ നാം പ്രതീക്ഷിക്കുന്നത് പോലെ വീണ്ടും വോള്യൂം കുറയ്ക്കാനാവില്ല. ഇഫ് assumption B is correct, the pressure versus volume graph of the experimental data, that is real gas, and that theoretically calculated from Boyle's law, that is ideal gas, should coincide. അതായത് തീർച്ചയായും assumption B കറക്റ്റ് ആയിരുന്നു വിചാരിക്കുക. പ്രഷർ വേഴ്സ് വോള്യൂം ഗ്രാഫ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ, അതായത് നമുക്കറിയാം ഒരേപോലെ തന്നെ പ്രഷർ ഡബിൾ ആകുമ്പോൾ വോള്യൂം പകുതിയാവുന്നു, പിന്നെയും ഡബിൾ ആകുമ്പോൾ പിന്നെയും പകുതിയാവുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് തന്നെ കിട്ടേണ്ടതായിരുന്നു. എന്നാൽ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രത്യേക പ്രഷർ കഴിഞ്ഞിട്ട് ഈ ഗ്യാസിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്യാസൊക്കെ ഒരു എന്താണ് ഇംപെനെട്രബിൾ ആയിട്ടുള്ള ഒരു ഹാർഡ് സോളിഡ് പോലെ ആക്ട് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അമർത്തി ചെറുതാക്കാനേ പറ്റുന്നില്ല എന്ന് കാണാം. റിയൽ ഗ്യാസസ് ഷോ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ലോ ബിക്കോസ് മോളിക്യൂൾസ് ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ. സത്യത്തിൽ എന്താണ് പ്രധാന കാരണമാണ് അവർ പറഞ്ഞത്? എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നത്? ദ വെരി റിമാർക്കബിൾ റീസൺ ആണ് ദേ ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ. അറ്റ് ഹൈ പ്രഷേഴ്സ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. നമ്മൾ വളരെ നല്ലോണം കംപ്രസ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ മോളിക്യൂൾ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും, വളരെ അടുത്തായിരിക്കും.
അങ്ങനെ വരുമ്പോഴോ മോളിക്യുലാർ ഇൻ്ററാക്ഷൻ സ്റ്റാർട്ട് ഓപ്പറേറ്റിംഗ്. മോളിക്യൂൾ തമ്മിൽ ഇൻ്ററാക്ഷൻ ആരംഭിക്കാൻ തുടങ്ങും. അറ്റ് ഹൈ പ്രഷർ മോളിക്യൂൾ ഡു നോട്ട് സ്ട്രൈക്ക് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ഫുൾ ഇമ്പാക്റ്റ് ബിക്കോസ് ദീസ് ആർ ഡ്രാഗ്ഡ് ബാക്ക് ബൈ അതർ മോളിക്യൂൾസ് ഡ്യൂ ടു മോളിക്യുലാർ അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഒരു ഗ്യാസിൻ്റെ പ്രഷർ നമ്മൾ എങ്ങനെയാണ് നോട്ട് ചെയ്തത്? എഫക്റ്റ് ഓഫ് ദ കൊളിഷൻ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ആണ്. ഒരു ഗ്യാസ് മോളിക്യൂൾ തൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് കണ്ടെയ്നറിൻ്റെ വാളിൽ പോയി ഇടിക്കുന്ന സമയത്ത് അവൻ ട്രാൻസ്ഫർ ചെയ്യുന്ന മൊമെൻറ്റം വെച്ചിട്ടാണ് ഗ്യാസിൻ്റെ പ്രഷർ എടുക്കാം എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ? പക്ഷേ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇടയിൽ അട്രാക്ഷൻ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഗ്യാസ് മോളിക്യൂൾ കണ്ടെയ്നറിൻ്റെ ചുമരിൽ ഇടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഇമ്പാക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? പ്രഷർ കാണാമായിരുന്നു. സ്വാഭാവികമായിട്ടും അതായിരിക്കണം അതിൻ്റെ യഥാർത്ഥത്തിൽ ഐഡിയലായിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ മോളിക്യൂളിൻ്റെ ഇടയിൽ എന്തുണ്ട്? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് എന്താണ് പ്രത്യേകത എന്നാണ് അവർ പറയുന്നത്? ആ മോളിക്യൂളിനെ ചുറ്റുപാടും ഇരിക്കുന്ന മോളിക്യൂൾ ഡ്രാഗ് ചെയ്യുന്നു. ചുറ്റുപാടും ഇരിക്കുന്ന മോളിക്യൂൾ അതിനെ ഡ്രാഗ് ചെയ്യുന്നത് കാരണം അവൻ്റെ യഥാർത്ഥ മൊമെൻറ്റം അവന് ചുമരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. നോക്കൂ എന്താണ്? അറ്റ് ഹൈ പ്രഷർ മോളിക്യൂൾ ഡു നോട്ട് സ്ട്രൈക്ക് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ഫുൾ ഇമ്പാക്റ്റ് ബിക്കോസ് ദീസ് ആർ ഡ്രാഗ്ഡ് ബാക്ക് ബൈ അതർ മോളിക്യൂൾസ് ഡ്യൂ ടു മോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സസ്. സത്യത്തിൽ മോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സസ് ഇല്ലെങ്കിൽ കിട്ടേണ്ട പ്രഷറാണ് എന്ത്? ഐഡിയൽ പ്രഷർ. പക്ഷേ എനിക്ക് ഐഡിയൽ പ്രഷർ കിട്ടുന്നില്ല. ഞാൻ കണ്ട പ്രഷർ സത്യത്തിൽ ഞാൻ കണ്ട പ്രഷർ എന്താണ്? ഐഡിയൽ പ്രഷറിനേക്കാൾ കുറച്ച് കുറവാണ്. എന്താ കാരണം? ഈ മോളിക്യൂൾ ചുമരിലേക്ക് ഇടിക്കാൻ നേരത്ത് പിറകിലുള്ള മോളിക്യൂൾ ഡ്രാഗ് ചെയ്ത് കളഞ്ഞു. പിറകിലുള്ള മോളിക്യൂളുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനും മോളിക്യൂളിൻ്റെ ഇടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ മോളിക്യൂളിൻ്റെ മൊമെൻറ്റം മുഴുവനായും ചുമരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? ചുമരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുമരിലേക്ക് മോളിക്യൂളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ യഥാർത്ഥത്തിൽ ഐഡിയൽ പ്രഷർ കിട്ടുമായിരുന്നു. പിടികിട്ടുന്നുണ്ടോ? പക്ഷേ ചുമരിലേക്ക് ഇടിക്കാൻ നേരത്ത് ഈ മോളിക്യൂളിനെ ആരെന്ത് ചെയ്തു? പിറകിലിരിക്കുന്ന മോളിക്യൂൾ ഡ്രാഗ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് ഈ മോളിക്യൂളിൻ്റെ മുഴുവൻ മൊമെൻറ്റവും ചുമരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഇടിക്കുകയാണ് വിചാരിക്കുക. എൻ്റെ ഫോഴ്സ് കാണാൻ വേണ്ടി ഞാൻ ഒരു ടാർജറ്റിൽ ഇടിക്കാൻ പോവുകയാണ്. ഞാൻ അതിശക്തനായിട്ട് ഇടിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് തടിയന്മാർ എന്നെ പിടിച്ച് ഡ്രാഗ് ചെയ്താലോ? ഞാൻ പക്ഷേ ഇടിക്കും. പക്ഷേ ഇടിച്ചാലും എൻ്റെ യഥാർത്ഥ ഫോഴ്സ് എനിക്കവിടെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം യഥാർത്ഥ ഫോഴ്സ് എനിക്ക് എന്തുകൊണ്ട് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റില്ല? പിറകിലുള്ള മോളിക്യൂൾ അല്ലെ പിറകിലുള്ള ആളുകൾ എന്നെ ഡ്രാഗ് ചെയ്ത് കളഞ്ഞു അല്ലേ? അപ്പം ഞാൻ ചുമരിൽ ഇമ്പാർട്ട് ചെയ്ത ഫോഴ്സ് എൻ്റെ യഥാർത്ഥ ഫോഴ്സ് അല്ല. അതുപോലെ ഇവിടെ മോളിക്യൂളുകൾ ചുമരിലേക്ക് ഇടിക്കാൻ നേരത്ത് എന്ത് സംഭവിച്ചു? പിറകിലിരിക്കുന്ന മോളിക്യൂൾ ഡ്രാഗ് ചെയ്തു. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള മുഴുവൻ മൊമെൻറ്റവും ചുമരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നർത്ഥം. ക്ലിയർ നൗ? ഞാൻ ഒബ്സർവ് ചെയ്തത് എങ്ങനെയാണ്? ചുമരിൽ അത് കൂട്ടിമുട്ടിയിട്ട് കിട്ടിയതാണ് ഞാൻ എടുത്തത്. അതാണ് ഞാൻ ഒബ്സർവ് ചെയ്തത്. പക്ഷേ അതാണോ? അല്ല. അതിൻ്റെ യഥാർത്ഥ മൊമെൻറ്റം അവന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ യഥാർത്ഥം കിട്ടാൻ എന്ത് ചെയ്യണം? യഥാർത്ഥം കിട്ടാൻ നിങ്ങൾ നിരീക്ഷിച്ചതിൻ്റെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്യണമായിരുന്നു. ആ കുറച്ചും കൂടി എന്താണ്? a/n/v². a/n/v² ആഡ് ചെയ്യണം. എങ്ങനെയാണ് n/v വന്ന് കാണുക എന്ന് നിങ്ങൾക്കറിയാം. ഈ കറക്ഷൻ ഫാക്ടറിൽ തീർച്ചയായും a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അതിൻ്റെ അർത്ഥം ഈ കറക്ഷൻ ഫാക്ടർ n/v² പ്രൊപ്പോർഷണലാണ് എന്നർത്ഥം. n/v എന്ന് വെച്ചാൽ എന്താണ്? ഒരു യൂണിറ്റ് വോള്യൂമിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നർത്ഥം. നമ്പർ ഓഫ് മോളിക്യൂൾ പെർ ടോട്ടൽ വോള്യൂമാണ് n/v. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോള്യൂം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഞാൻ ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ടാണ് കറക്ഷൻ ഫാക്ടർ വരുന്നത്. ഒരു മോളിക്യൂൾ ചുമരിൽ പോയി കൂട്ടിമുട്ടാൻ നേരത്ത് പിറകിലുള്ള മോളിക്യൂൾ ഡ്രാഗ് ചെയ്യുന്നതാണ്. പിറകിലിരിക്കുന്ന മോളിക്യൂൾ ഡ്രാഗ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു യൂണിറ്റ് വോള്യൂമിൽ ഇരിക്കുന്ന മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ആ മോളിക്യൂളിൻ്റെ അടുത്തിരിക്കുന്ന മോളിക്യൂളുകളെയല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഒരു യൂണിറ്റ് വോള്യൂമിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിനനുസരിച്ച് ഡ്രാഗിങ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും?
സ്വാഭാവികമായും പ്രഷർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൊളീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്പർ ഓഫ് കൊളീഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? N/Vനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു യൂണിറ്റ് വോളിയൂമിലുള്ള ഗ്യാസ് മോളിക്യൂളിൻ്റെ എണ്ണത്തിനനുസരിച്ച് തന്നെയായിരിക്കും കൊളീഷൻ. അപ്പോൾ ഞാനൊന്നുകൂടി പറയാം. അപ്പോൾ കറക്ഷൻ ഫാക്ടർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് നമ്പർ ഓഫ് കൊളീഷൻ മെയ്ഡ് ഇൻ ദ വാൾ അല്ലേ, അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? N/V, കൂട്ടിമുട്ടലുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കറക്ഷൻ ഫാക്ടർ തീർച്ചയായും ഡ്രാഗിങ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഡ്രാഗിങ് ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? N/Vനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ 2 N/V എന്ന് പറഞ്ഞാൽ N/V² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡ്രാഗിങ് ഫോഴ്സ്. അപ്പോൾ ഡ്രാഗിങ് ഫോഴ്സ് എന്തെടുക്കാം? A എന്ന ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു N/V² എന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് അവിടെ നമ്മൾ കൊടുത്ത ഡ്രാഗിങ് ഫോഴ്സ്. അപ്പോൾ അതുകൂടി, അതായത് ഡ്രാഗ് ചെയ്തപ്പോൾ പ്രഷർ കുറഞ്ഞു പോയത് ഇത്ര കണ്ടാണ്. അത് കഴിഞ്ഞാണ് നിങ്ങൾ സത്യത്തിൽ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ശരിക്കുള്ള പ്രഷർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഐഡിയലായ പ്രഷർ കിട്ടാൻ നിങ്ങൾ ഒബ്സർവ് ചെയ്ത പ്രഷറിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? A ഇൻറ്റു N/V² അഥവാ AN²/V² ആഡ് ചെയ്യണമായിരുന്നു. ഇതാണ് നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്ത പ്രഷർ. എങ്ങനെ? ബൈ ദ എഫക്റ്റ് ഓഫ് കൊളീഷൻ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഇത് നിങ്ങൾ കൊടുക്കേണ്ട കറക്ഷൻ ഫാക്ടറാണ്. ഇതുകൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയൽ പ്രഷർ കിട്ടും. ഇതിൽ A എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് ആണ് എന്നോർത്തിരിക്കുക. ക്ലിയർ നൗ? നോക്കൂ, റിപ്പൾസീവ് ഫോഴ്സസ് ഓൾസോ ബിക്കം സിഗ്നിഫിക്കൻറ്റ്. റിപ്പൾസീവ് ഇൻ്ററാക്ഷൻസ് ആർ ഷോർട്ട് റേഞ്ച് ഇൻ്ററാക്ഷൻസ് ആൻഡ് ആർ സിഗ്നിഫിക്കൻറ്റ് വെൻ മോളിക്യൂൾസ് ആർ ഓൾമോസ്റ്റ് ഇൻ കോണ്ടാക്ട്. ഇനി മറ്റൊരു പ്രശ്നം വരാൻ പോവുകയാണ്. മോളിക്യൂളുകൾ വളരെ അങ്ങ് കംപ്രസ് ചെയ്തു വിചാരിക്കുക, അല്ലെങ്കിൽ ഹൈ പ്രഷറിലാണ് ഇരിക്കുന്നത്. മോളിക്യൂളുകളെല്ലാം എന്ത് സംഭവിക്കുന്നു? അടുത്തടുത്തിരിക്കുന്നു വിചാരിക്കുക. ഹൈ പ്രഷറിൽ അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? സ്വാഭാവികമായും നിങ്ങൾ ഒരു ഗ്യാസിന് ഒരു 5 ലിറ്റർ കണ്ടെയ്നറുള്ള പാത്രത്തിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ ഇരിക്കുന്നു വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ആ ഗ്യാസ് മോളിക്യൂളിന് ചുറ്റിയടിക്കാൻ കിട്ടുന്ന സ്ഥലം എത്രയാണെന്ന് ചോദിച്ചാൽ മുഴുവൻ 5 ലിറ്റർ വലുപ്പത്തിലുള്ള കണ്ടെയ്നറിൻ്റെ മുഴുവൻ സ്ഥലവും ആ ഗ്യാസ് മോളിക്യൂളിന് ചുറ്റിയടിക്കാൻ കിട്ടും. പക്ഷേ പാത്രത്തിൽ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾ ഉണ്ടായിരുന്നുവെങ്കിലും നാം PV = nRT എന്ന എക്സ്പ്രഷനിൽ നാം ഈ വിക്ക് പകരം വെക്കുന്നത് 5 ലിറ്റർ തന്നെയാണ്. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗ്യാസ് മോളിക്യൂളിന് ഇപ്പോൾ ചുറ്റിയടിക്കാൻ എൻ്റയർ 5 ലിറ്റർ കണ്ടെയ്നറിൻ്റെ സ്ഥലം അവൈലബിൾ ആണോ? സ്വാഭാവികമായും മറ്റ് ഗ്യാസ് മോളിക്യൂളിൻ്റെ വോള്യൂം നെഗ്ലിജിബിൾ ആയിരുന്നുവെങ്കിൽ ഒരു ഗ്യാസ് മോളിക്യൂളിന് ചുറ്റിയടിക്കാൻ കണ്ടെയ്നറിൻ്റെ മുഴുവൻ വോള്യൂമും കിട്ടുമായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം, ഗ്യാസ് മോളിക്യൂളിൻ്റെ വോള്യൂം എപ്പോഴും നെഗ്ലിജിബിൾ അല്ല. പ്രത്യേകിച്ച് ഹൈ പ്രഷറിൽ ഇരിക്കുന്ന സമയത്ത് മറ്റ് മോളിക്യൂളിന് ഇരിക്കാനുള്ള സ്പേസ് നാം കൺസിഡർ ചെയ്യേണ്ടി വരും. നോക്കൂ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മറ്റ് മോളിക്യൂളിന് ശരിക്കിരിക്കുന്ന വോള്യൂം മാത്രം കുറച്ചാൽ പോരാ എന്നാണ്. എന്താണ് അവർ പറയുന്നതെന്ന് നോക്കൂ. ദിസ് ഈസ് ദ സിറ്റുവേഷൻ അറ്റ് ഹൈ പ്രഷർ. എപ്പോഴ് മോളിക്യൂളുകൾ തമ്മിൽ ഇൻ്ററാക്ഷൻ വരുന്നത് ഹൈ പ്രഷറിലാണ്. ദ റിപ്പൾസീവ് ഫോഴ്സസ് കോസ് ദ മോളിക്യൂൾ ടു ബിഹേവ് ആസ് സ്മോൾ ബട്ട് ഇംപെനട്രബിൾ സ്ഫിയേഴ്സ്. മോളിക്യൂളുകളുടെ ഇടയിൽ വളരെ അടുത്തെത്തുമ്പോൾ, മോളിക്യൂളുകൾ വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവൻ ഇംപെനട്രബിൾ സ്ഫിയറായിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ മോളിക്യൂളിനെ അങ്ങ് വളരെ അടുത്തടുത്ത് കൊണ്ടുവരാനൊന്നും നമുക്ക് പറ്റില്ല. വളരെ അടുത്തെത്തുന്ന സമയത്ത് അവൻ്റെ ഇടയിൽ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ വരും. അങ്ങനെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ വന്നാൽ എന്തായിരിക്കും സ്ഥിതി നോക്കാം നമുക്ക്. ഒരു മോളിക്യൂളിന് അടുത്തേക്ക് മറ്റൊരു മോളിക്യൂളിന് ഒരു പ്രത്യേക ദൂരം വരെ മാത്രമേ വരാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഒരു മോളിക്യൂളിൻ്റെ റേഡിയസ്, ഇൻഡിപെൻഡൻ്റായി നിൽക്കേണ്ട റേഡിയസ് ഇതാണെന്ന് വിചാരിച്ചോളൂ. അതിനടുത്തേക്ക് വരാൻ പറ്റുന്ന മറ്റൊരു മോളിക്യൂളിന് ഇത്രയും ദൂരത്തെ നിൽക്കാൻ പറ്റുന്നുള്ളൂ വിചാരിക്കൂ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും, ഒരു മോളിക്യൂളിൻ്റെ 2r റേഡിയസിൽ, എങ്ങനെയാണ് ഒരു മോളിക്യൂളിൻ്റെ റേഡിയസ് r, അപ്പോൾ 2r റേഡിയസിലുള്ള സ്ഫിയറിൻ്റെ അടുത്തേക്കൊന്നും മോളിക്യൂളിന് വരാൻ സത്യത്തിൽ പറ്റില്ല. ഒരു മോളിക്യൂളിൻ്റെ അടുത്തേക്ക് മറ്റൊരു മോളിക്യൂളിന് വരാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട്. എത്ര വരെ പറ്റുള്ളൂ? 2r ദൂരം വരെ മാത്രമേ അതിന് വരാൻ പറ്റൂ. കാരണം എന്താണ്? മോളിക്യൂൾ അതിനടുത്തേക്ക് എത്തുന്ന സമയത്ത് അതൊരു ഇംപെനട്രബിൾ ആയിട്ടുള്ള ഒരു സ്ഫിയർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്.
കാരണം വളരെ അടുത്ത് വരുന്ന സമയത്ത് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ സ്ട്രോങ് ആവാൻ തുടങ്ങും. റിപ്പൾസീവ് ഇൻട്രാക്ഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ മോളിക്യൂളിന് പിന്നെ അടുത്തേക്ക് വന്ന് മോളിക്യൂളിന് അടുത്ത് വരാൻ പറ്റില്ല. ഒരു മോളിക്യൂളിന് ചുറ്റും ഒരു വാണ്ടർവാൾസ് റേഡിയസിനോളം ദൂരത്തിൽ അവൻ അങ്ങനെ തന്നെ നിൽക്കും. ക്ലിയർ നൗ? അപ്പം അങ്ങനെയാണ് എങ്കിൽ ഒരു മോളിക്യൂളിന് പ്രാക്ടിക്കലി ഉള്ള റേഡിയസ് 6 ആണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ 2r റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഉള്ളിലേക്ക് മറ്റു മോളിക്യൂളിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. കാരണം റിപ്പൾസീവ് ഇൻട്രാക്ഷൻ വരും. അപ്പോൾ നമ്മളൊരു പാത്രത്തിൻ്റെ വോള്യൂം V ആണ് വിചാരിക്കൂ. ആ വോള്യൂം V മുഴുവനും ഈ സ്ഫിയർ ഈ ഗ്യാസിന് കിട്ടുന്നുണ്ടാവുമോ? ഇല്ല. നമ്മൾ ഒഴിവാക്കണം. എത്ര ഒഴിവാക്കണം? നമുക്കറിയാം 4/3 πr³ വോള്യൂം ഒഴിവാക്കണം. ഇവിടെ R എന്ന് പറയുന്നത് 2r ആണ്. ഞാൻ R എന്നെടുത്തിരിക്കുന്നത് മോളിക്യൂളിൻ്റെ എഫക്റ്റീവ് റേഡിയസ് ആണ്. മോളിക്യൂളിൻ്റെ എഫക്റ്റീവ് റേഡിയസിൻ്റെ 2 ടൈംസ് ഞാൻ എടുക്കാൻ കാരണം അത്രയും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട വോള്യൂമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ 2 മോളിക്യൂളുകളെ കൺസിഡർ ചെയ്താൽ 2 മോളിക്യൂളിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 8 × 4/3 πr³ വോള്യൂം എക്സ്ക്ലൂഡ് ചെയ്യും. 2 മോളിക്യൂളിനും ചേർത്ത് 8 × 4/3 πr³ വോള്യൂം എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ മോളിക്യൂളിനും എക്സ്ക്ലൂഡഡ് വോള്യൂം എന്തായിരിക്കും? 4/3 πr³ × 4 ആയിരിക്കും. എം ഐ റൈറ്റ്? 2 മോളിക്യൂളിനും ചേർത്താണ് എക്സ്ക്ലൂഡ് ചെയ്യുന്ന വോള്യൂം ഇതായിട്ട് നിങ്ങൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂളിന് സത്യത്തിൽ 4 × 4/3 πr³ ആയിരിക്കും എക്സ്ക്ലൂഡ് ചെയ്യുന്ന സമയം എന്ന് കാണാം, എക്സ്ക്ലൂഡ് ചെയ്യുന്ന വോള്യൂം. ഇത്രയൊന്നും NCERT-യിൽ ഡീറ്റെയിൽ ആയിട്ടില്ല, ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മളിപ്പോൾ സത്യത്തിൽ NCERT പ്രകാരം ഇത്രയേ ഓർക്കേണ്ട കാര്യമുള്ളൂ. കണ്ടെയ്നറിൻ്റെ വോള്യൂം V ആണ് വിചാരിക്കൂ. കണ്ടെയ്നറിൻ്റെ വോള്യൂം V ആണെങ്കിൽ നിങ്ങൾ അത്രയും മുഴുവൻ വോള്യൂം ഒരു ഗ്യാസ് മോളിക്യൂളിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കിട്ടുന്നില്ല എന്നോർക്കുക. ഏതാണ് കുറയ്ക്കേണ്ടത്? NB കുറച്ച് കളയണം. ഇതിൽ B എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? B എന്ന് പറയുന്നത് 4 ടൈംസ് 4/3 πr³ ആണ്. ഇത് എന്താണ്? അതിനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടലി കണ്ടെയ്നറിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ട വോള്യൂം കിട്ടും എന്നർത്ഥം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇവിടെ കോ വോള്യൂം എന്ന് പറയുന്നത്. NB ഈസ് അപ്രോക്സിമേറ്റ്ലി ദ ടോട്ടൽ വോള്യൂം ഒക്യുപ്പൈഡ് ബൈ ദ മോളിക്യൂൾസ് ദെംസെൽസ്. ഹിയർ B ഈസ് എ കോൺസ്റ്റൻറ്റ്. ഞാൻ ഈ സെൻറ്റൻസിന് ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടോട്ടൽ വോള്യൂം ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എഫക്റ്റീവ് വോള്യൂം ഒക്യുപ്പൈഡ് ആണ്. ടോട്ടൽ എഫക്റ്റീവ് വോള്യൂം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു മോളിക്യൂളിൻ്റെ മാത്രം വോള്യൂം അല്ല. ഓരോ മോളിക്യൂളിനും അത് 4 ടൈംസ് 4/3 πr³ ആണ്. ഹിയർ B ഈസ് എ കോൺസ്റ്റൻറ്റ്. ഹാവിംഗ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദ കറക്ഷൻസ് ഫോർ പ്രഷർ ആൻഡ് വോള്യൂം, വി ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ P + AN²/V² × V - NB = nRT. Equation 531 is known as van der Waals equation. In this equation, N is the number of moles of gas. Constants A and B are called van der Waals constant and their value depends on the characteristics of a gas. Value of A is a measure of magnitude of intermolecular attractive forces within the gas and independent of temperature and pressure. Clear? Also, at very low temperature, intermolecular forces become significant as the molecules travel with low average speed. നോക്കൂ, ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ പിന്നെ എപ്പോഴാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? വെരി ലോ ടെമ്പറേച്ചറിൽ. വെരി ലോ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂൾ വളരെ വേഗത കുറഞ്ഞായിരിക്കും പോകുന്നുണ്ടാവുക. വളരെ വേഗത കുറഞ്ഞിങ്ങനെ മോളിക്യൂൾ പോകുമ്പോഴോ ഒരു മോളിക്യൂളിന് വേഗത്തിൽ മറ്റേ മോളിക്യൂളിനെ ആകർഷിക്കാം. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മോളിക്യൂളിൻ്റെ ഇടയിൽ എന്തുണ്ടാവില്ല? അട്രാക്റ്റീവ് ഫോഴ്സസ് അത്രയുണ്ടാവില്ല എന്നോർത്തിരിക്കുക. വളരെ സ്ലോ സ്പീഡിൽ, ലോ ആവറേജ് സ്പീഡിലാണ് മോളിക്യൂളുകൾ നീങ്ങുന്നതെങ്കിൽ ദീസ് ക്യാൻ ബി ക്യാപ്ചേർഡ് ബൈ വൺ അനദർ ഡ്യൂ ടു അട്രാക്റ്റീവ് ഫോഴ്സസ്. ഒന്നിന് മറ്റൊന്നുമായിട്ട് വേഗം അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. റിയൽ ഗ്യാസസ് ഷോ ഐഡിയൽ ബിഹേവിയർ വെൻ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ സച്ച് ദാറ്റ് ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ പ്രാക്ടിക്കലി നെഗ്ലിജിബിൾ. ഓർത്തിരിക്കണം, വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആവുന്നത് എപ്പോഴാണ്?
അതിന് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആവുമ്പോഴാണ്. എപ്പോഴാണ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആവുന്നത്? വെരി ലോ പ്രഷറിൽ, എന്ന് വെച്ചാൽ മോളിക്യൂൾ ഫാർ എപ്പാർട്ടായിരിക്കുമ്പോൾ. പിന്നെ എപ്പോഴാണ്? വെരി ഹൈ ടെമ്പറേച്ചറിൽ. ഭയങ്കര ടെമ്പറേച്ചർ കൂടിയാൽ വളരെ വേഗത്തിലായിരിക്കും ഇവർ ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് ഒരു മോളിക്യൂളിന് മറ്റൊരു മോളിക്യൂളിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള സമയമില്ല, അട്രാക്റ്റ് ചെയ്യപ്പെടില്ല. സോ ദ റിയൽ ഗ്യാസസ് ഷോ ഐഡിയൽ ബിഹേവിയർ വെൻ പ്രഷർ അപ്രോച്ചസ് സീറോ. പി എന്ത് ചെയ്യണം? അപ്രോച്ചസ് സീറോയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. നമുക്ക് കുറച്ച് കൂടെ പറയാനുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി വന്ന് വായിച്ചേക്കാം. ഓക്കെ അല്ലേ? കുറച്ചുകൂടി നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ദ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് compressibility factor Z, which is the ratio of product PV and nRT. So compressibility factor Z ആരാണ്? PV by nRT ആണ്. ശരിക്കും എന്താണ് ഐഡിയൽ ഗ്യാസിന്? PV is equal to nRT ആണ്. അങ്ങനെയാണെങ്കിൽ PV by nRT ശരിക്കും ഐഡിയൽ ഗ്യാസിന് എന്താ വരേണ്ടത്? 1 എന്നാ വേണ്ടത്. പക്ഷേ റിയൽ ഗ്യാസിന് ഞാൻ ആ 1 പകരം എന്തെടുത്തു? Z എന്നെടുത്തു. For ideal gas, Z equal to 1 at all temperatures and pressures because PV is equal to nRT. The graph of Z versus P will be a straight line parallel to pressure axis. നോക്കൂ, ദ ഗ്രാഫ്, നമ്മൾ ശരിക്കും ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ്, അതായത് PV by nRT വരച്ചാൽ എന്താ കിട്ടേണ്ടത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. കാരണം PV by nRT 1 ആയിരിക്കേണ്ടതാണ്. For gases which deviate from ideality, value of Z deviate from unity. At very low pressures, all gases shown have Z is approximately 1 and behaves as ideal gas. ഓർത്തോളൂ, വെരി ലോ പ്രഷറിൽ എല്ലാ ഗ്യാസസിനും എന്താണ്? ഐഡിയാലിറ്റി ഉണ്ട്. ഏകദേശം വെരി ലോ പ്രഷർ റീജിയണിൽ നമുക്ക് കാണാൻ പറ്റും ഗ്യാസസ് ആർ ഓൾമോസ്റ്റ് ഐഡിയൽ. അറ്റ് ഹൈ പ്രഷർ ഓൾ ഗ്യാസസ് Z ഈസ് ഗ്രേറ്റർ ദാൻ 1. ഒരു പർട്ടിക്കുലർ പ്രഷർ കടന്നാൽ എല്ലാവർക്കും Z ഗ്രേറ്റർ ദാൻ 1 ആണ്, എന്ന് വെച്ചാൽ പോസിറ്റീവ് ഡീവിയേഷനാണ്. അതേസമയം ലോ പ്രഷറിൽ എന്താണ് നാം കാണുന്നത്? ലോ പ്രഷറിൽ Z ഈസ് ലെസ് ദാൻ 1 കാണാം. അറ്റ് ഇൻ്റർമീഡിയറ്റ് പ്രഷറിലും മോസ്റ്റ് ഗ്യാസസ് ഹാവ് Z ഈസ് ലെസ് ദാൻ 1. ഇൻ്റർമീഡിയറ്റ് പ്രഷറിലൊക്കെ മെജോറിറ്റി ഗ്യാസിനും Z ലെസ് ദാൻ 1 ആണ്. നമുക്കറിയാം ഹൈഡ്രജനും ഹീലിയത്തിനും അപ്പോഴും Z ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നു. Thus, gases show ideal behavior when the volume occupied is large so that volume of the molecule can be neglected in comparison to it. എന്താണ് അവർ പറഞ്ഞതെന്ന് നോക്കൂ. അതായത് നാം ഇപ്പോൾ എടുത്തിരിക്കുന്നത് PV is equal to nRT ആണ് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ PV by nRT എന്ന് പറയുന്നത് 1 ആവേണ്ടതാണ്. പക്ഷേ റിയൽ ഗ്യാസുകൾക്ക് നാം PV by nRTയെ എടുക്കുന്നത് എന്തായിട്ടാണ്? നാം റിയൽ ഗ്യാസിന് PV by nRTയെ Z എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ക്ലിയർ നൗ? അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. നമുക്കറിയാം വാണ്ടർവാൾസ് ഇക്വേഷൻ പ്രകാരം P plus n square A by V square into V minus NB equal to nRT എന്നാണ് നാം കണ്ടത്. ഒരു മോൾ ഗ്യാസിന് എനിക്ക് P plus A by V square into V minus B equal to RT എന്ന് എഴുതാം. നാം എടുത്തിരിക്കുന്നത് വെരി ഹൈ പ്രഷറാണ് വിചാരിക്കൂ. എന്ന് വെച്ചാൽ പ്രഷർ ഒരു 600-700 ബാർ ഒക്കെ ഉണ്ട് വിചാരിക്കൂ. നമുക്കറിയാം A by V square ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. A by V square എന്ന് പറയുന്നത് ഒരു 0.5 0.6 ആണ് വിചാരിക്കുക. ഇത്രയും വലിയ Pൻ്റെ കൂടെ ഈ A by V square ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു P ആണ്, എപ്പോൾ ഹൈ പ്രഷർ ആണെങ്കിൽ. സോ ഐ ക്യാൻ റൈറ്റ് ഹൈ പ്രഷർ ആണ് എങ്കിൽ എനിക്ക് ഇക്വേഷനിൽ P ഇൻറ്റു V മൈനസ് B ഈക്വൽ ടു RT എന്ന് എഴുതേണ്ട കാര്യമേ ഉള്ളൂ. കാരണം A by V square നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ PV മൈനസ് PB ഈക്വൽ ടു RT എന്ന് എഴുതാം. ഞാൻ ഒന്നായിട്ട് RT കൊണ്ട് ഡിവൈഡ് ചെയ്താൽ PV ബൈ RT മൈനസ് PB ബൈ RT ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഒരു മോൾ ഗ്യാസിന് PV ബൈ RT എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ Z ആണ് എന്ന് നമുക്കറിയാം.
സോ സെഡ് മൈനസ് പി ബി ബൈ ആർ ടി എന്നത് ഒന്നാവും. അതിൻ്റെ അർത്ഥം സെഡ് ഈസ് 1 പ്ലസ് പി ബി ബൈ ആർ ടി ആണ്. നമുക്കറിയാം പി ബി ബൈ ആർ ടി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. 1 പ്ലസ് പി ബി ബൈ ആർ ടി അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ സെഡിൻ്റെ വില ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. എപ്പോഴാണിത്? വെരി ഹൈ പ്രഷറിൽ. സോ ഹൈ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം സെഡിൻ്റെ വില ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എന്നാൽ നാം എടുത്തിരിക്കുന്നത് വെരി ലോ പ്രഷറാണ് വിചാരിക്കൂ. എന്താണ് ഈ വെരി ലോ പ്രഷർ? അതായത് നാം വലിയ കണ്ടെയ്നറിനകത്ത് കുറച്ച് ഗ്യാസ് മോളിക്യൂളെ എടുത്തുള്ളൂ വിചാരിക്കുക. അതിൻ്റെ അർത്ഥം ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ വളരെ കുറവാണ് എന്നാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? എൻ ബി അപ്രോക്സിമേറ്റ് ചെയ്യാം. കാരണം എന്താണ്? നമുക്കറിയാം പി പ്ലസ് എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയർ, എന്നിൻ്റെ വില 1 ആണെങ്കിൽ പി പ്ലസ് എന്തായിരിക്കും? എൻ സ്ക്വയർ എ ബൈ വി സ്ക്വയറിൽ എ ബൈ വി സ്ക്വയർ എന്നിട്ടാൽ മതി. എന്നിൻ്റെ വില 1 ആണെങ്കിൽ വി മൈനസ് ബി ഈക്വൽ ടു ആർ ടി എന്നാണ് നമ്മൾ കണ്ടത്. ഞാൻ പറയുന്നത് വെരി ഹൈ പ്രഷറാണ്, വെരി ലോ പ്രഷറാണെങ്കിൽ കണ്ടെയ്നറിൻ്റെ വോള്യൂം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഗ്യാസ് മോളിക്യൂൾ ഇരിക്കുന്ന വോള്യൂം നെഗ്ലിജിബിൾ ആണ്. കാരണം വലിയ പാത്രത്തിൽ കുറച്ച് ഗ്യാസ് മോളിക്യൂളേ ഉള്ളൂ. അപ്പോൾ ഈ പാർട്ട് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഐ ക്യാൻ റൈറ്റ് പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി ഈക്വൽ ടു ആർ ടി. എക്സ്പാൻഡ് ചെയ്താൽ പി വി പ്ലസ് എ ബൈ വി ഈക്വൽ ടു ആർ ടി എന്ന് എഴുതാം. ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താലോ പി വി ബൈ ആർ ടി പ്ലസ് എ ബൈ ആർ ടി വി ഈക്വൽ ടു 1 ഓർ പി വി ബൈ ആർ ടി ആണല്ലോ കംപ്രസിബിലിറ്റി ഫാക്ടർ. സെഡ് ഈക്വൽ ടു 1 മൈനസ് എ ബൈ ആർ ടി വി എന്നാണ് കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെഡിൻ്റെ വില 1നേക്കാൾ കുറവായിരിക്കും എന്നർത്ഥം. നോക്കൂ, ഇനി വായിച്ചു നോക്കൂ. ദസ് ഗ്യാസസ് ഷോ ഐഡിയൽ ബിഹേവിയർ വെൻ വോള്യൂം occupied is large so that volume of the molecule can be neglected in comparison to it. In other words, the behavior of the gas become more ideal when pressure is very low. Up to what pressure a gas will show the ideal gas law depends upon nature of gas and its temperature. The temperature at which real gas obeys ideal gas law over an appreciable range of pressure is called boil temperature or boil point. So what is boil point? ഒരു അപ്രീഷ്യബിൾ പ്രഷർ റേഞ്ചിൽ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്ന ഗ്യാസുകളെ നാം പറയുന്ന പേരാണ് ബോയിൽ ടെമ്പറേച്ചർ. അത് ഓരോരോ ഗ്യാസിനും ഓരോന്നായിരിക്കും. സത്യത്തിൽ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എ ബൈ ആർ ബി ആണ് എന്ന് നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. എ ബൈ ആർ ബി ആണ് ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. തീർച്ചയായും ഓരോ ഗ്യാസിൻ്റെയും എയും ബിയും വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്യാസിൻ്റെയും ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിൻ്റ് വേറെയാണ്. Boil point of a gas depends upon its nature. Above their boil point, real gases show positive deviation from ideality and said values are greater than 1. The forces of attraction between molecules are very feeble. Below boil temperature, real gases first show decrease in Z value with increase in pressure, which reaches a minimum value. On further increase in pressure, the value of Z increases continuously. നോക്കൂ അവരെന്താ പറയുന്നത് എന്ന് നമുക്കറിയാം. സാധാരണ കേസിൽ, അതായത് വെരി ലോ പ്രഷറിൽ നമുക്ക് സെഡിൻ്റെ വില കുറഞ്ഞ് സെഡിൻ്റെ വില നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ഡീവിയേഷനാണ്, ലെസ് ദാൻ 1 ആണ് കാണുന്നത്. അങ്ങനെ വന്ന് മിനിമത്തിലെത്തുന്നു. കൊടുത്തു നോക്കൂ എന്താണ് ബിലോ ബോയിൽ ടെമ്പറേച്ചറിൽ റിയൽ ഗ്യാസസ് ഫസ്റ്റ് ഷോ ഡിക്രീസ് ഇൻ സെഡ് വാല്യൂ വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ വിച്ച് റീച്ചസ് എ മിനിമം വാല്യൂ. ഓൺ ഫർദർ ഇൻക്രീസ് ഇൻ പ്രഷർ ദ വാല്യൂ സെഡ് ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. Above explanation shows that at low pressure and high temperature gases show ideal behavior. These conditions are different for different gases. More insight is obtained in the significance of Z if we note the following derivation. നമുക്കറിയാം Z ഈക്വൽ ടു പി വി റിയൽ ബൈ എൻ ആർ ടി, അല്ലെങ്കിൽ നമുക്കറിയാം പി വി is equal to Z NRT എന്നാണ് ഒരു റിയൽ ഗ്യാസിന്. ഇവിടെ റിയൽ ഗ്യാസ് ആണെങ്കിൽ നാം എന്തെടുക്കണം? സെഡ് എടുക്കേണ്ടി വരും. എന്നാൽ ഐഡിയൽ ഗ്യാസിനോ പി വി ഐഡിയൽ ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് മതി.
കാരണം അവിടെ സെഡിൻ്റെ വില 1 ആണ്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലോ റിയൽ ഗ്യാസിൻ്റെ വോള്യൂം ഡിവൈഡഡ് ബൈ ഐഡിയൽ ഗ്യാസിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് എന്തായിരിക്കും? Z ആണ്. സോ കംപ്രസിബിലിറ്റി ഫാക്ടറിന് നമുക്ക് അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. അതായത് Z ഈക്വൽ ടു പി വി റിയൽ ബൈ NRT. If the gas shows ideal behavior, then V ideal equal to nRT by P. On putting this value nRT by P on equation 533, we have Z equal to V real by V ideal. So compressibility factor എന്ന് പറയുന്നത് ഓർത്തിരിക്കുക വോള്യൂം ഓഫ് ദ റിയൽ ഗ്യാസ് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. From equation 534, we can see that compressibility factor is the ratio of actual molar volume of a gas to the molar volume of it if it were an ideal gas at that temperature and pressure. In the following sections, we will see that it is not possible to distinguish between gaseous state and liquid state, and that liquid may be considered as a continuation of gas phase into a region of small volumes, very high molecular attraction. We will also see how we can use isotherms of gases for predicting the conditions for liquefaction of gases. നമുക്കിനി ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്ന് കുറേ നേരമായി കാണും, ഒത്തിരി പേർക്ക് ബോറടിച്ചുണ്ടാവും. നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. ഞാനത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ നമുക്ക് ഇന്ന് സാധിച്ചില്ല. നമുക്ക് നാളെ കൃത്യം 5:30 ഇതിൻ്റെ യൂണിറ്റ് കണ്ടിന്യൂ ചെയ്യാം. ഐ ഹോപ്പ് യു ആർ ഫോളോയിങ്. താങ്ക് യു.